വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻസൈം റെഗുലേഷൻ ആണ്. സോ എൻസൈം റെഗുലേഷനിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അലോസ്റ്റെറിക്കും ഫീഡ്ബാക്ക് ആൻഡ് ഐസോ എൻസൈം എന്ന് പറയുന്ന 3 ടേംസ്. സോ അതിൽ എന്താണ് എൻസൈം റെഗുലേഷൻ എന്ന് ഫസ്റ്റ് നോക്കാം. സോ എൻസൈം റെഗുലേഷൻ എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടല്ലേ, ആ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ടാണ് ഹോമിയോസ്റ്റാസിസ്, ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ടൈമിങ്ങും സ്പീഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈമിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് എൻസൈം റെഗുലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റെഗുലേഷൻ മെയിൻ ആയിട്ട് 3 രീതിയിലാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് അല്ലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എൻസൈം പഠിക്കുമ്പം എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലം, ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ബൈൻഡ് ചെയ്യുന്ന സ്ഥലം, ഇതാണ് ഇപ്പോൾ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം എങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു അല്ലോസ്റ്റെറിക് റെഗുലേഷനിൽ ബൈൻഡിങ് ഓഫ് മോളിക്യൂൾസ് അറ്റ് എ സൈറ്റ് അതർ ദാൻ ദ ആക്റ്റീവ് സൈറ്റ് ആണ്. അതായത് ആക്റ്റീവ് സൈറ്റ് അല്ലാതെ, ഇതാണ് ഇപ്പോൾ ഒരു ആക്റ്റീവ് സൈറ്റ് എങ്കിൽ ഇവിടെ വന്ന് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നതാണ് യൂഷ്വൽ പ്രോസസ്. സോ അങ്ങനെ ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അതർ ദാൻ ദ ആക്റ്റീവ് സൈറ്റിൽ ഒരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിനെ നമ്മൾ അല്ലോസ്റ്റെറിക് സൈറ്റ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ അല്ലോസ്റ്റെറിക് സൈറ്റിൽ വന്നിട്ട് ഒരു മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്ത് എൻസൈമിന്റെ ആക്ടിവിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് എൻസൈമിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. 2 രീതിയിൽ ഇവിടെ റെഗുലേഷൻ നടക്കാം. ഒന്നാമത്തത്, ഈ ഒരു വരുന്ന ആ ഒരു അല്ലോസ്റ്റെറിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഈ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, ആ ഒരു മോളിക്യൂൾസിന് ഒന്നുകിൽ അല്ലോസ്റ്റെറിക് ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റർ ആകാം. അത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ബേസ് ചെയ്തിട്ടാണ്. സോ എന്തായാലും ഇപ്പോൾ ഒരു അല്ലോസ്റ്റെറിക് ആക്ടിവേറ്റർ ആണ് വന്നത് എന്ന് വിചാരിക്കാം. അതായത് ഒരു എൻസൈമിന്റെ സ്ട്രക്ചറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, അല്ലോസ്റ്റെറിക് സൈറ്റിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റർ, ഒരു സബ്സ്റ്റൻസ് വന്നിട്ട് ഒരു അല്ലോസ്റ്റെറിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്തപ്പം അവയുടെ ആക്റ്റീവ് സൈറ്റിന്റെ സ്ട്രക്ചർ അവരൊന്ന് സ്റ്റെബിലൈസ് ചെയ്തു. അങ്ങനെ ആക്റ്റീവ് സ്ട്രക്ചർ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യുമ്പം കൂടുതൽ സബ്സ്ട്രേറ്റിനെ വന്ന് ബൈൻഡ് ചെയ്യാൻ അത് സഹായിക്കുകയാണ് ചെയ്യുക. അവിടെ പ്രോസസ്സ് എന്താ, ആ ഒരു എൻസൈമിന്റെ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലോസ്റ്റെറിക് ആക്ടിവേറ്റേഴ്സിന്റെ കേസിൽ. ഇവിടെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഒരു ആക്റ്റീവ് സൈറ്റിലെ മോളിക്യൂൾസ് വരുമ്പം ആ ഒരു എൻസൈമിന്റെ കൺഫോർമേഷണൽ ചേഞ്ച്, എൻസൈമിന്റെ ഷേപ്പിൽ മാറ്റം വരുത്തിയിട്ട് ആ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റിനെ എഫക്ട് ചെയ്യാണ് ചെയ്യാം. മറിച്ച് ഒരു അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റർ ആണ് വരുന്നതെങ്കിൽ, ഇപ്പം ഈ ഒരു യെല്ലോ കളർ കൊടുത്തേക്കുന്ന ഒരു ഇൻഹിബിറ്റർ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻഹിബിറ്റർ മോളിക്യൂൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ എൻസൈമിന് കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാകും. സോ ആക്റ്റീവ് സൈറ്റ് ചേഞ്ച് ആകും. അപ്പം എന്താ, സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അവിടെ ഇൻഹിബിഷൻ ആണ് നടക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അത് അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഇൻഹിബിഷൻ പല ടൈപ്പ് ഉണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു അല്ലോസ്റ്റെറിക് റെഗുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തത് കുറേ സബ് യൂണിറ്റ് ഉള്ള, മൾട്ടി സബ് യൂണിറ്റ് ഉള്ള എൻസൈംസിലാണ് അല്ലോസ്റ്റെറിക് റെഗുലേഷൻ നടക്കുന്നത്. അവിടെ കോപ്പറേറ്റീവ് ബൈൻഡിങ് ആണ് കോമൺ ആയിട്ടുള്ളത്. അതായത് ഒരു മോളിക്യൂൾ വരുന്നത് മറ്റൊരു മോളിക്യൂൾസിന്റെ ബൈൻഡിങ് ചെയ്യാതിരിക്കാനോ, അതായത് ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതിന്റെ ബൈൻഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അല്ലോസ്റ്റെറിക് റെഗുലേഷനിൽ നടക്കുന്നത് നോൺ കോമ്പറ്റേറ്റീവ് ആണ്. അതായത് ആക്റ്റീവ് സൈറ്റിൽ അല്ല റെഗുലേഷന്റെ ടൈമിന് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഈ ഒരു വരുന്ന ഈ ഒരു അല്ലോസ്റ്റെറിക് സബ്സ്റ്റൻസിന് കോമ്പറ്റീഷൻ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1, അതായത് ഗ്ലൈക്കോളിസിസിൽ ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1 എന്ന് പറയുന്നത് ATP നെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ്. പക്ഷെ നമ്മളിപ്പം എക്സസ് ആയിട്ട് ATP ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ എക്സസ് ആയിട്ട് ATP ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ATP തന്നെ ഈ ഒരു എൻസൈമിന്റെ റെഗുലേഷൻ നടത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു എൻസൈം ആണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് വിചാരിക്കുക. അപ്പം ATP ഓൾറെഡി ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ATP എന്തായിട്ട് ആക്ട് ചെയ്യും, ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിന്റെ അല്ലോസ്റ്റെറിക് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ബൈൻഡ് ചെയ്യുമ്പം ഈ ഒരു ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് അല്ലാതാകും. സോ അവിടെ ADP വന്ന് ബൈൻഡ് ചെയ്യില്ല. ADP വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ അത് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഇൻഹിബിഷൻ ആണ്, അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റർ ആയിട്ടാണ്
ഈ ഒരു ഫോസ്ഫോഫ്രക്ടോകൈനേസിൽ ആക്ട് ചെയ്യുന്നത്. സോ ഇനി അതേപോലെ തന്നെ എന്താ അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമൈലേസിൽ CTP എന്ന് പറയുന്നതാണ് ഇൻഹിബിറ്റഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോസ്ഫോഫ്രക്ടോകൈനേസ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അല്ലോസ്റ്ററിക് സൈറ്റ് എന്ന് വെച്ചാൽ ആക്റ്റീവ് സൈറ്റ് അല്ല. ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറെയൊരു സ്ഥലത്തെ വേറെ ഏതെങ്കിലും റീജിയൻസിൽ പോയിട്ട് ഒരു സബ്സ്റ്റൻസ് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് അല്ലോസ്റ്ററിക് സൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ ഒന്നുകിൽ എൻസൈമിനെ അഫിനിറ്റി കൂട്ടാം, അല്ലെങ്കിൽ എൻസൈമിന്റെ അഫിനിറ്റി കുറക്കാം. ഓക്കെ, then നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ഒരു റെഗുലേഷൻ ആണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റബോളിക് പാത്വേ, ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്ന് എൻസൈമിന്റെ സഹായത്തോടെ കുറെ പ്രോസസ്സ് നടന്നിട്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. അപ്പൊ ആ ഫൈനൽ ഉണ്ടായ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ, ഓവർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓവർ പ്രൊഡക്ഷൻ, ഫെർദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അതാണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ. അതായത് ഇവിടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടന്നു. ഇവിടെ ഇപ്പൊ മെക്കാനിസം നോക്കിയാൽ സബ്സ്ട്രേറ്റ് ആ ഒരു എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്തു. ആദ്യം ഒരു എൻസൈം ഉണ്ടായിരിക്കും. നമ്മൾ ക്രെബ്സ് സൈക്കിൾ എന്നെല്ലാം പറയുമ്പോൾ കുറെ എൻസൈംസിന്റെ സീരീസ് ഓഫ് റിയാക്ഷൻ അല്ലേ, കുറെ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലേ. അപ്പൊ അതേപോലെയുള്ള റിയാക്ഷനിലാണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ നടക്കുന്നത്. അപ്പൊ ആദ്യം സബ്സ്ട്രേറ്റ് ആ ഒരു പാത്വേയിൽ എൻറ്റർ ചെയ്തിട്ട് കുറെ സീരീസ് ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്കൊരു എൻഡ് പ്രൊഡക്റ്റ്, അവസാനമുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി. ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, എൻഡ് പ്രൊഡക്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നേരെ വന്നിട്ട് എൻസൈംസിന് ഏതെങ്കിലും, മിക്ക കേസിലും ആ ഒരു പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്ന എൻസൈം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്ന എൻസൈം അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പാത്വേയിൽ വന്ന് ബൈൻഡ് ചെയ്യാണ്. ഇപ്പം ഒരു എൻസൈം റിയാക്ഷൻ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എൻസൈം റിയാക്ഷൻ, അങ്ങനെ ഒരു സീരീസ് ഓഫ് എൻസൈം റിയാക്ഷൻ ഉണ്ടായി. ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വരച്ച ഈ ഒരു സ്ട്രക്ചർ ആണ് പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ആദ്യം ആ ഒരു പ്രോസസ്സിൽ സഹായിച്ച എൻസൈമിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ എൻസൈമിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പം അവിടെ ഇൻഹിബിഷൻ ആണ്. അപ്പൊ ആദ്യം നടക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് സ്ലോ ആവും, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് മാറും. ഇവിടെ കീ പോയിന്റ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, മെയിൻലി ആ ഒരു പാത്വേയിലുള്ള ഒന്നാമത്തെ എൻസൈമിനെയാണ് ഈ ഒരു എൻഡ് പ്രൊഡക്റ്റ് ബാധിക്കുന്നത്. ഇവ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ്. അതായത് പ്രൊഡക്റ്റ് എല്ലാം യൂസപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹിബിഷൻ അവിടെ ആരും ഇല്ല അല്ലെ. പ്രൊഡക്റ്റ് യൂസപ്പ് ചെയ്ത ശേഷം പിന്നെയും പ്രൊഡക്റ്റ് ഉണ്ടാകാം, അല്ലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ ആ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ്. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ ഒരു ത്രിയോണൈൻ ആണ്. ഇപ്പൊ ത്രിയോണൈനിൽ നിന്ന് ഐസോല്യൂസിൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്, ത്രിയോണൈൻ ടു ഐസോല്യൂസിൻ പാത്വേയില് അതായത് ത്രിയോണൈന് കുറെ സീരീസ് ഓഫ് റിയാക്ഷൻ നടന്നിട്ട് ഐസോല്യൂസിൻ ഉണ്ടായി. അപ്പൊ ഈ ഒരു ഐസോല്യൂസിൻ സെൽഫ് എന്തായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാണ്, ത്രിയോണൈൻ ഡി അമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഓക്കെ, ത്രിയോണൈൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈമിൽ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യും, ഐസോല്യൂസിൻ, നമ്മളുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐസോല്യൂസിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ അതിനുശേഷം ആ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം പിന്നീട് ത്രിയോണൈനിൽ നിന്ന് ഐസോല്യൂസിൻ ഫോർമേഷൻ നടക്കില്ല. സോ ഓൾറെഡി ഉണ്ടായ ഐസോല്യൂസിൻ പ്രൊഡക്റ്റ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. എഗെയിൻ ഈ ഒരു റിയാക്ഷൻ നടക്കും. ഓക്കെ, അതേപോലെ തന്നെ കൊളസ്ട്രോൾ സിന്തസിസിലും ഉണ്ട് ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ബൈ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ആണ് ഇവിടെ ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഇൻഹിബിഷൻ പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ മെയിൻ ആയിട്ട് ഇവിടെ ഓർക്കേണ്ടത് എൻഡ് പ്രൊഡക്റ്റ് ടെൽ ദ ഫാക്ടറി ടു സ്ലോ ഡൗൺ. എൻഡ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ എൻസൈമിന്റെ ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഐസോ എൻസൈംസ് അല്ലെങ്കിൽ ഐസോസൈംസ് എന്ന് പറയുന്നത്. അപ്പം അതായത് സെയിം എൻസൈമിന്റെ തന്നെ ഒന്നിൽ കൂടുതൽ ഫോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം എൻസൈം, ഒരു സെയിം റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്
സെയിം എൻസൈമിൽ തന്നെയുള്ള ഡിഫറെന്റ് ഫോംസ് ഉണ്ടായിരിക്കും. സെയിം എൻസൈം കാറ്റഗറി ആണെങ്കിലും അവരുടെ അമിനോ ആസിഡ് സീക്വൻസിലും സ്ട്രക്ചറിലും മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഐസോ എൻസൈംസ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ സ്പെസിഫിക് അല്ലെങ്കിൽ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എൻസൈം സെയിം ആണല്ലോ, അപ്പൊ എൻസൈം സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറിൽ അമിനോ ആസിഡിന്റെ സീക്വൻസ് ആണ് വ്യത്യാസം. പക്ഷേ അവിടെ മെയിൻ ആയിട്ട് അവർക്ക് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റും റിയാക്ഷനും സെയിം ആയിരിക്കും, പക്ഷെ അവയുടെ റെഗുലേഷനും ഡിഫറെന്റ് കൈനറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം ഡിസീസസിലൊക്കെ മെയിൻ ആയിട്ട് ഡയഗ്നോസ്റ്റിക് മാർക്കർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഐസോസൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് 1 LDH5 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു LDH1 എന്ന് പറയുന്നത് ഹാർട്ടിനെയാണ് എന്താ സ്പെസിഫിക്, ഹാർട്ട് എന്ന് പറയുന്ന ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ളതും LDH5 എന്ന് പറയുന്നത് ലിവർ ആൻഡ് മസിൽ സ്പെസിഫിക് ആയിട്ടുള്ളതും. പക്ഷെ രണ്ടിന്റെയും സെയിം എൻസൈം ആയിട്ടാണ്, സെയിം എൻസൈമിൽ വരുന്ന രണ്ട് കാറ്റഗറിയാണ് ഇവ. രണ്ടാമത്തേതാണ് ക്രിയാറ്റിൻ കൈനേസ് തന്നെ. അതിൽ 3 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. CKMB ഉണ്ട്, CKBB ഉണ്ട്, CKMM ഉണ്ട്. CKMB എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഹാർട്ട് ആണ്. സോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടൈപ്പ് എൻസൈം യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഐസോ എൻസൈം വഴിയുള്ള റെഗുലേഷൻ. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.